ബെത്സൈദ കുളക്കടവിനരികെ 38 വർഷം തളർവാദ രോഗി തൻ്റെ സൗഖ്യത്തിനായി കാത്തിരുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിനായി എത്ര നാൾ നാം കാത്തിരിക്കണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിരന്തരം പരിശുദ്ധാത്മ അഭിഷേകത്തിനായി കാത്തിരിക്കുക. നിന്റെ പ്രാണൻ ഈ ദേഹി വിട്ട് പോകുന്നതുവരെ നീ കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. കാരണം മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവനദിയായി ഒഴുകേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആ ജീവനദി ഒഴുകണം, നിനക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒഴുകണം, നിന്നിൽ നിന്നും ഒഴുകണം. അങ്ങനെ കുറേ കഴിഞ്ഞ് ആ ഒഴുക്കിൽ, ആ പരിശുദ്ധാത്മ അഭിഷേക ഒഴുക്കിൽ നീയും ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകി ഒഴുകി നീ ഒരു സ്ഥലത്ത് എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന സ്ഥലം യേശുവിൻ്റെ തിരുഹൃദയമായിരിക്കും. യേശുവിൽ ഒന്നാകുന്ന, പൂർണ്ണമായി ഒന്നാകുന്ന നമ്മുടെ അവസാനം, യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അതുവരെ നീ ആത്മാവിനു വേണ്ടി ദാഹിച്ചും കാത്തിരുന്നും പ്രാർത്ഥിക്കുക. മനുഷ്യന് ഒറ്റയൊരു ദാഹമേ ഉണ്ടാവുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം മാത്രമായിരിക്കണം. നിങ്ങൾക്ക് വിശുദ്ധരാവണോ? ഒറ്റ ദാഹമേ ഉണ്ടാവുകയുള്ളൂ. അത് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള ദാഹമായിരിക്കണം. ദൈവരാജ്യം വളരട്ടെ.